തുടങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം അല്ലാഹു എപ്പോഴും നമ്മളിൽ ചൊരിഞ്ഞനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആനെ കുറിച്ചും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെക്കുറിച്ചും ഒക്കെ ദിനേന പഠിക്കാൻ അള്ളാഹു നമുക്ക് സമയവും സൗകര്യവും ഒരുക്കി തന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അൽഹംദുലില്ലാഹ്. വെള്ളിയാഴ്ച ദിവസമാണ് ഒരുപാട് ഇബാദത്തുകൾ അധികരിപ്പിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തലുകളും അങ്ങനെ അൽഹംദുലില്ലാഹ് ഓരോ ദിവസവും നന്മ നിറഞ്ഞ ദിവസമാക്കി നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഏതെല്ലാം രൂപത്തിൽ പ്രയോജനപ്പെടുത്താമെന്നുള്ള നിർദ്ദേശങ്ങളാണ് അവിടെയൊക്കെ വരുന്നത്. ആ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ ഈ അവസരങ്ങളെയൊക്കെ നല്ല രൂപത്തിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്ന് ഓരോരുത്തരും സ്വയം ഒന്ന് ചിന്തിക്കുക, വിലയിരുത്തുക, വിചാരണ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ സമയങ്ങളെയും നമുക്ക് നൽകിയ കഴിവുകളും എല്ലാം തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഏറ്റവും പരിപൂർണമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇപ്പം നമ്മൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ അൽ അസ്മാഉൽ ഹുസ്ന പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം ഇന്ന് അർ റാസിഖ്, അർ റസാഖ് ഈ നാമമാണ് പറയാനുള്ളത്. അത് ഒരുപാട് വിശദീകരിക്കാനുള്ളത് കൊണ്ട് തന്നെ മറ്റൊരു നാമം ഇത് പറയാൻ സമയം ഉണ്ടെങ്കിൽ പറയാം ഇൻഷാ അല്ലാഹ്. നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ ക്ലാസ്സിൽ കേട്ടുമല്ലോ, ആയിഷാൻ്റെ ക്ലാസ്സിൽ മിമ്മാ റസഖനാഹും യുൻഫിഖൂൻ എന്നുള്ള ആ ഒരു ആയത്തിൻ്റെ ഒരു കഷ്ണം നമുക്ക് വിശദീകരിച്ച് തന്നു അല്ലേ. അള്ളാഹുവിൻ്റെ റിസ്ക് എന്തെല്ലാമാണ് റിസ്കിൽ പെടുന്നത് എന്നുള്ളത്. കാരണം നമ്മൾ മനസ്സിലാക്കി എന്താണ് അന്നപാനീയങ്ങളും അല്ലെ ഉപജീവന മാർഗങ്ങളൊക്കെയാണ്. അപ്പോൾ അതെല്ലാം റിസ്കിൽ വരുന്നത് തന്നെയാണ്. പക്ഷേ അള്ളാഹു നമുക്ക് നൽകിയ എല്ലാം എന്താണ് അള്ളാഹുവിൻ്റെ റിസ്ക് തന്നെയാണ് അല്ലേ. അപ്പം അർ റാസിഖ്, അർ റസാഖ് ഈ രണ്ട് നാമങ്ങളുടെ ഈ രണ്ടും ഒരു ഇതിൽ തന്നെയാണ് രണ്ടും വന്നിട്ടുള്ളത്. അതൊന്നായിട്ട് മനസ്സിലാക്കിയാൽ മതി. വ്യത്യസ്ത രൂപത്തിൽ പരിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും വന്നിട്ടുള്ളത് കൊണ്ടാണ് ഈ രൂപത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓരോ മനുഷ്യരെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് വേണ്ടി ഉപജീവനങ്ങളും അന്നപാനീയങ്ങളും കണക്കാക്കിയവനാണ് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല. സുബ്ഹാനല്ലാഹ് അല്ലേ. പരിപൂർണമായി ഏറ്റെടുത്തവനാണ് അർ റാസിഖ്. അതിൽ അള്ളാഹു അവനെ വഴിപ്പെട്ടവരെന്നോ വഴിപ്പെടാത്തവരെന്നോ വ്യത്യാസമില്ലാതെ, ശത്രുവെന്നോ മിത്രമെന്നോ വ്യത്യാസമില്ലാതെ അല്ലേ അള്ളാഹു എല്ലാവർക്കും നൽകിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും ചിന്തിച്ചിട്ടുണ്ടല്ലേ നമ്മൾ നമ്മളെ കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ നമുക്ക് ഭയങ്കര ഒരു മടിയായിരിക്കും അല്ലേ, ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷെ അള്ളാഹുവിനെ തെറി പറയുന്ന, അള്ളാഹു ഇല്ലാന്ന് വാദിക്കുന്ന അങ്ങനെയുള്ളവർക്ക് പോലും അള്ളാഹു താല എന്ത് കൊടുക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റിസ്ക് അള്ളാഹ് നൽകുന്നില്ലേ. അവർക്ക് ഭക്ഷണം കിട്ടുന്നില്ലേ, അവർക്ക് വെള്ളം കിട്ടുന്നില്ലേ, അവർക്ക് ശ്വസിക്കാനുള്ള വായു ലഭിക്കുന്നില്ലേ അല്ലേ, അവർക്ക് വീടില്ലേ, വാഹനയില്ലേ, എല്ലാ സുഖസൗകര്യങ്ങളും അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നില്ലേ അല്ലേ. അപ്പം വഴിപ്പെട്ടവരെന്നോ വഴിപ്പെടാത്തവരെന്നോ വ്യത്യാസമില്ലാതെ, ശത്രുവെന്നോ മിത്രമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഈ ദുനിയാവിൽ സൃഷ്ടിച്ച ഓരോ സൃഷ്ടികൾക്കും പടപ്പുകൾക്കും അവർക്ക് വേണ്ട എന്തെല്ലാം അല്ലേ അതൊക്കെ കണക്കാക്കിയവനാണ് ആര്, അള്ളാഹു സുബ്ഹാനഹു വ തആല. എന്താ വേണ്ടേ? അപ്പോൾ അൽ ഹലീമി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത്, തൻ്റെ ദാസന്മാർക്ക് ഏതൊന്നു കൊണ്ട് മാത്രമാണോ അവരുടെ ശരീരങ്ങളുടെ നിലനിൽപ്പ് നിശ്ചയിച്ചിരിക്കുന്നത് അത് അവർക്ക് ചൊരിയുന്നവനാണ് അർ റാസിഖ്. അപ്പം നമ്മളെ ശരീരങ്ങളുടെ നിലനിൽപ്പ് നിശ്ചയിച്ചത് എന്താണോ അത് അള്ളാഹു അവർക്ക് നൽകും. ഇനി അതിൽ നിന്ന് അവർക്കുള്ള ആവശ്യങ്ങൾ അവരിലേക്ക് എത്തിച്ചുകൊണ്ട് അവർക്ക് അനുഗ്രഹം വരളുന്നവനുമാണ് അർ റാസിഖ്. പിന്നെയോ ഈ അള്ളാഹു നമുക്ക് നൽകിയ ഈ
നമ്മുടെ ആവശ്യം, നമ്മളെ ശരീരത്തിന്റെ നിലനിൽപ്പിന്റെ ആവശ്യമുള്ള വസ്തുക്കളുണ്ടല്ലോ, അത് വൈകിയാൽ നമ്മളെ ജീവിത സുഖം അല്ലെ താറുമാറാവുകയും അത് നഷ്ടപ്പെട്ടാൽ അവർ തന്നെയും നഷ്ടപ്പെടുകയും ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു അല്ലെ ആ ആവശ്യങ്ങൾ അനുസരിച്ചിട്ട് അള്ളാഹു അവർക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പം റിസ്ഖിന് ശേഷം വീണ്ടും വീണ്ടും റിസ്ക് നൽകുന്നവൻ അല്ലെ, അതിനെ കൂടുതൽ വിശാലമാക്കി നൽകുന്നവൻ അവനാണ് ആര്? അർ റസാഖ്. അപ്പോൾ അർ റാസിഖ്, അർ റസാഖ്, ഈ രണ്ട് വാക്കുകളുടെ വ്യത്യാസമാണ് നമുക്ക് ഈ പണ്ഡിതൻ പറഞ്ഞു തരുന്നത്. പക്ഷെ നമുക്ക് പിന്നെ നമ്മുടെ ശരീരത്തിന് നിലനിൽപ്പിന് ആവശ്യമായ റിസ്ക് ചൊരിഞ്ഞു തരുന്നവൻ അർ റാസിഖ്. പിന്നെ നമുക്ക് നൽകിയതിന് ശേഷം വീണ്ടും വീണ്ടും നൽകി അതിനെ കൂടുതലാക്കി വിശാലമാക്കി നൽകുന്നവൻ അർ റസാഖ്. ഓക്കെ, വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ആ, അന്നദാതാവ് അതന്നെ ഉദ്ദേശിച്ചത് ഇവിടെ, ഒരുപാട് നൽകുന്നവൻ. അതെ. അപ്പം നാമത്തിന്റെ ആ വിശാലത പറയുന്നത് വെച്ചാല് നമുക്ക് നൽകുന്ന റിസ്കിന്റെ ആധിക്യം അതാണ് അത് അറിയിക്കുന്നതെന്ന് പറയുന്നത്. മാത്രല്ല അള്ളാഹുവിന്റെ അടുക്കലുള്ള റിസ്കിന്റെ വിശാലത അല്ലെ, എത്ര അള്ളാഹുവിന്റെ ഖജനാവില് എത്ര തന്നാലും, നമുക്കെത്ര തന്നാലും അള്ളാഹുവിന്റെ ഖജനാവ് എന്താകൂല, കാലിയാകൂല എന്ന് പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനില് സൂറത്തു ദാരിയാത്തിലാണ് അള്ളാഹുവിന്റെ ഈ നാമമായ അർ റസാഖ് എന്നുള്ള നാമം വന്നിട്ടുള്ളതെന്ന് പറയും. ഇന്നല്ലാഹ ഹുവർ റസാഖ് ദുൽ ഖുവ്വത്തിൽ മതീൻ. എന്നാൽ ഈ റാസിഖ് എന്നുള്ള ആ പദത്തിന്റെ ബഹുവചന രൂപമായ റാസിഖീൻ, റാസിഖീൻ എന്നുള്ള ആ പദം 5 ഖൈറുർ റാസിഖീൻ എന്നുള്ള 5 സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നു പരിശുദ്ധ ഖുർആനില്. ഒരിക്കല് പിന്നെ ഒരു ഹദീസിൽ പറയുന്നത്, അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പിന്നെ വില കൂടി, സാധനങ്ങൾക്ക് വില കൂടി. അപ്പോൾ അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, താങ്കൾ വില നിശ്ചയിച്ചാലും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിശ്ചയം അള്ളാഹു അവനാണ് അൽ ഖാബിദും അൽ ബാസിത്തും അർ റാസിഖും അൽ മുസവ്വിറുമായ അള്ളാഹു. അപ്പം പിന്നെ അവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, നിശ്ചയം ഒരാളും രക്തത്തിന്റെയോ സമ്പത്തിന്റെയോ വിഷയത്തിൽ ഞാൻ അയാളോട് ചെയ്ത ഒരു അന്യായത്തിന്റെ പേരിൽ എന്നെ അന്വേഷിക്കാത്ത നിലയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ എനിക്ക് വില നിശ്ചയിക്കാൻ കഴിയൂല എന്നുള്ളതാണ് അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലേ. എനിക്ക് ഇപ്പൊ ദുനിയാവിന്റെ കാര്യത്തിൽ ആ ഒരു വിഷയം റസൂലുള്ള അവിടെ ഏറ്റെടുത്തില്ല, വില നിശ്ചയിക്കുന്ന കാര്യത്തിൽ അല്ലെ. അതൊക്കെ അള്ളാഹുവിന്റെ ഇതിലേക്ക് റസൂല വിടുകയെ ചെയ്തത്. അപ്പം റിസ്ഖുല്ലാഹി തആല അല്ലെ, അത് പിന്നെ 2 ഇനമുണ്ട് എന്ന് പറയുന്നു. റിസ്ക് 2 വിധത്തിൽ അള്ളാഹു തആല അല്ലെ. ശരിക്കും ഈ ദുനിയാവിലെ ഒരു ജന്തു എന്ന് വെച്ചാൽ ഒരു മനുഷ്യനെന്നല്ല, ഈ ജീവജാലങ്ങളെ മൊത്തത്തിൽ പറയുമ്പോൾ ജന്തുക്കൾ എന്നല്ല പറയാം. ഒരു ജന്തു പോലും അള്ളാഹു അവരുടെ റിസ്കിന്റെ ബാധ്യത ഏറ്റെടുക്കാതെ ഭൂമിയിൽ ഇല്ല എന്നാ പറയുന്നത് അല്ലെ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. റിസ്കിന്റെ ബാധ്യത ആരുടെ മേലാണ്? അള്ളാഹുവിന്റെ മേലാന്നല്ല. അതിനുവേണ്ടി നമ്മൾ എന്താക്കണ്ട, കുറേ പണിയെടുക്കേണ്ട ആവശ്യമില്ല അല്ലെ. ഇപ്പൊ നമ്മൾക്ക് അള്ളാഹു കുറേ മക്കളെ തന്നിട്ടുണ്ടെങ്കിൽ ആ മക്കളുടെ റിസ്കിന്റെ ബാധ്യത അള്ളാഹു ഏറ്റെടുത്ത് അവരെ നല്ല നിലക്ക് നേർവഴിക്ക് നയിക്കാന്നുള്ളതാണ് നമ്മളെ മേലെ ബാധ്യത. അവർക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ടത് അവര് നാളത്തെ പരലോകം അല്ലെ, സ്വർഗം കരസ്ഥമാക്കാനുള്ള മാർഗങ്ങളാണ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതല്ലാതെ പിന്നെ ദുനിയാവില് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ മാത്രം നമ്മളെ മക്കളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആഖിറ അവർക്ക് നഷ്ടമായി പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മളെ മനസ്സിൽ ഉണ്ടാകണം. ചില ആൾക്കാർ പിന്നെ വേഗം മക്കൾ പ്രസവമെല്ലാം നിർത്തും. എന്തിനാന്ന് വെച്ചാൽ കുറെ മക്കളെല്ലാം ഉണ്ടാകുമ്പോൾ ചിലവാന്നല്ലോ. ഇന്നലെ നമ്മളെ മുന്തസ്താന്റെ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടായിന്, ഖിയാമത്ത് നാളിന്റെ അടയാളമായിട്ട് പറഞ്ഞൊരു കാര്യം എന്താണ്, വിദ്യാഭ്യാസത്തിന്റെ ചെലവുകൾ വർദ്ധിക്കും. ശരിക്കും പിന്നെ ഇന്ന് ശരിക്കും ഒരു കുട്ടി ജനിക്കുമ്പോൾ ആൾക്കാർ ചിന്തിക്കുന്നത് തന്നെ അതാണ് അല്ലെ. ഒരു നല്ല സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കണമെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ചെലവാണല്ലോ.
സത്യത്തിൽ എന്തിനാണ് ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ മത്സരിക്കുന്നത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ചെറിയ കുട്ടികളെല്ലാം വലിയ ഫീസെല്ലാം കൊടുത്ത് പഠിപ്പിക്കുമ്പോൾ അവർക്ക് ഓവർ സ്ട്രെയിൻ കൊടുത്തിട്ടാണ് പഠിപ്പിക്കുന്നത് അല്ലേ. സാധാ ഒരു ഗവൺമെന്റ് സ്കൂളിൽ അയച്ചാൽ അയക്കുന്ന ഉമ്മാക്കും ഉപ്പാക്കും ടെൻഷനില്ല, പഠിക്കാൻ പോകുന്ന മക്കൾക്കും ടെൻഷനില്ല. കുറേ ഫീസെല്ലാം കൊടുത്തിട്ട് പഠിക്കുമ്പോൾ പഠിക്കാണ്ടിരിക്കുമ്പോൾ അതിന്റെ പേരിൽ ഉമ്മാക്കും ഉപ്പാക്കും ടെൻഷനാവും, മക്കളെ അതിന്റെ മേലെ ഫോഴ്സ് ചെയ്യൂല. എത്രയാണ് അതിന്റെ മേലെ പ്രയാസം വരുന്നത്. അപ്പം ശരിക്കും നമ്മള് അതെല്ലാം വെറുതെ വേണ്ടാണ്ട് ഇങ്ങനെ ഒരു ഇതാക്കലാണ് അല്ലേ. ഇന്നിപ്പോ ഞാൻ എൻ്റെ മക്കളെല്ലാം ഫ്രീ ആയിട്ട് ഗവൺമെന്റ് സ്കൂളിലാണ് പഠിപ്പിച്ചിന്. മാഷാ അല്ലാ അൽഹംദുലില്ലാ. അങ്ങനെ ഒരു ഒന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഡോക്ടറെ കാണിക്കുന്ന വിഷയത്തിൽ എല്ലാം നമ്മൾ വെറുതെ പൈസ കുറേ ഇല്ലേ, നമുക്ക് ഇന്ന് സൗജന്യമായിട്ട് ഡോക്ടറെ കാണിക്കാനും എല്ലാം ഇതുണ്ടല്ലോ, അവസരങ്ങളുണ്ട്. പക്ഷെ അല്ലാതെ നമുക്ക് അള്ളാഹു നമ്മളെ മുമ്പിൽ എല്ലാം എളുപ്പാക്കുന്നു. പക്ഷെ നമ്മൾ വെറുതെ പ്രയാസം ഏറ്റെടുക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. അള്ളാഹു എല്ലാവർക്കും അല്ലെ നൽകിയിട്ടുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ നമ്മളെ മക്കളെന്നല്ല എന്ത് കാര്യത്തിലായാലും അവിടെ അള്ളാഹു ഓരോ ജന്തുക്കൾക്കും അതിന് വേണ്ടത് അള്ളാഹ് തന്നിട്ട് ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നാ പറയുന്നത്. അപ്പോൾ ചെറിയ ചെറിയ രൂപത്തിൽ നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കണം. തീരെ പരിശ്രമിക്കാതിരിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒട്ടും പരിശ്രമിച്ചിട്ടില്ലെങ്കിൽ പോലും കിട്ടുമെന്നും പറയുന്നുണ്ട് കേട്ടോ. അത് നമ്മളെ വിശ്വാസത്തിനനുസരിച്ചായിരിക്കും. അപ്പൊ റിസ്കിനെ കുറിച്ച് പറയുമ്പോൾ റിസ്കുൻ ആമുണ്ട്, റിസ്കുൻ ഖാസ് ഉണ്ട്. ആം എന്ന് വെച്ചാൽ പൊതുവായിട്ടുള്ള അല്ലെ, ആം അത് എങ്ങനെയാന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരുപോലെ. അതായത് വെച്ചാൽ പുണ്യം പ്രവർത്തിക്കുന്ന ആളായാലും പാപികളായാലും അത് പൂർവികരായാലും പിൽക്കാലക്കാരായാലും എല്ലാവർക്കും ഒരേപോലത്തെ കിട്ടുന്നത് അല്ലെ മൊത്തത്തില്. അപ്പം അതിനുള്ള ഉദാഹരണം പറയുന്നത് അത് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന ഭക്ഷണത്തിന്റെ കാര്യമാവുമല്ലോ അത്. പിന്നെ റിസ്കുൻ ഖാസ് പറയുന്നുണ്ട്, പ്രത്യേകമായ റിസ്ക്. അത് നമ്മളെ ഹൃദയത്തിന്റെ റിസ്കാണ്. റിസ്കുൽ ഖുലൂബ്. എന്താണ് റിസ്കുൽ ഖുലൂബ് അല്ലെ. അത് സത്യത്തില് ആ റിസ്കാണ് നമുക്ക് എന്താകേണ്ടത്, കൂടുതൽ കിട്ടേണ്ടത്. മറ്റേത് എല്ലാവർക്കും എന്തായാലും കിട്ടൂന്നാ പറയുന്നത്. ഇപ്പം നമുക്ക് പ്രത്യേകമായ ആ റിസ്ക് നമുക്ക് കിട്ടണം അല്ലെ. അതെങ്ങനെയാന്ന് വെച്ചാല് അത് അറിവ് കൊണ്ട്, ഈമാൻ കൊണ്ട് നമ്മളെ ഹൃദയങ്ങളെ പരിപോഷിപ്പിക്കലാന്ന് പറയുന്നത്. മതപരമായ നന്മക്ക് നമ്മളെ സഹായിക്കുന്ന ഹലാലായ അല്ലെ റിസ്ക്കും അതിൽ ഉൾപ്പെടുന്ന പറയുന്നത്. അപ്പം നമുക്ക് നമ്മളെ അറിവ് അത് ശരിക്കും അന്ന് ആയിഷ പറയുമ്പോൾ അത്രയാണ് ശരിക്കും അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചത്. റിസ്ക് എന്നുള്ള ആ ഒരു കാര്യം അല്ലെ. ശരിക്കും റിസ്കുൽ ഖുലൂബ് നമ്മളെ ഹൃദയത്തിന് അല്ലെ, ഹൃദയത്തെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അറിവ് വേണം, ഈമാൻ വേണം അല്ലെ. അപ്പൊ ഈ ഒരു റിസ്ക് എല്ലാവർക്കും കിട്ടൂല. ഈ ഒരു റിസ്ക് ആർക്ക് മാത്രമാണ്, വിശ്വാസികൾക്ക്, മുഅ്മിനീങ്ങൾക്ക്. ഇപ്പൊ നമ്മള് അർ റഹ്മാനും അർ റഹീമും പറഞ്ഞല്ലോ അല്ലെ. അർ റഹ്മാൻ എന്ന് പറയുന്നത് എല്ലാവർക്കും കാരുണ്യം ചെയ്യുന്നവനാണ്. എന്നാൽ അർ റഹീം എന്ന് പറയുന്നത് അത് വിശ്വാസികൾക്ക് പ്രത്യേകമായിട്ടുള്ളതാണ് അല്ലെ. അതേപോലെ തന്നെ റിസ്കിന്റെ വിഷയത്തിലും ഉണ്ട് എന്നാ പറയുന്നത്. അപ്പം മുഅ്മിനീങ്ങൾക്ക് അല്ലെ അള്ളാഹു ഓരോരുത്തർക്കും ഓരോരുത്തരുടെ യുക്തിയുടെയും അള്ളാഹുവിന്റെ യുക്തിന്റെയും കാരുണ്യത്തിന്റെയും തേട്ടം അനുസരിച്ച് വിശ്വാസികൾക്ക് ഓരോരുത്തർക്കും അള്ളാഹു തആല അത് നൽകുന്ന പറയുന്നത്. അപ്പം ആ ഒരു റിസ്കിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം തേടണം അള്ളാഹുവിനോട് അല്ലെ. ഇപ്പം മൊത്തത്തില് മനുഷ്യർക്ക് നൽകുന്ന റിസ്ക് ഉണ്ട്. അത് ശരിക്കും ഭക്ഷണത്തിന്റെ കാര്യം പറയാം. നമ്മൾക്ക് അതായത് ഭൗതികമായ നമ്മളെ സുഖ സൗകര്യങ്ങൾ അല്ലെ, ഭക്ഷണം, വെള്ളം, താമസ സൗകര്യം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മൊത്തത്തില് റിസ്കുൻ ആം പറയാം, പൊതുവായിട്ട്. അതെല്ലാവർക്കും കിട്ടും, വിശ്വസിച്ചാലും കിട്ടും, വിശ്വസിച്ചില്ലെങ്കിലും കിട്ടും. പക്ഷെ റിസ്കുൻ ഖാസ് ആയിട്ടുള്ള നമ്മള് ഖൽബിനെ അല്ലെ, ഹൃദയത്തെ പരിപോഷിപ്പിക്കാനുള്ള റിസ്ക് കിട്ടണമെങ്കിൽ അതിന് നമ്മൾ വിശ്വാസികൾ മുഅ്മിനീങ്ങളാകണം. അള്ളാഹുവിനോട് അതിനു വേണ്ടി നമ്മൾ പ്രത്യേകം തേടിക്കൊണ്ടേയിരിക്കുകയും ചെയ്യണം അല്ലേ. അപ്പൊ അള്ളാഹുവാണ് നമ്മള് ഓരോരുത്തരുടെയും റിസ്ക് ഏറ്റെടുത്ത് നടത്തിത്തരുന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി അർ-റാസിഖായ അല്ലെ അള്ളാഹുവേ എന്ന് വിളിച്ചുകൊണ്ട് നമുക്ക് എന്താക്കാം, നമ്മളെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് പറയാം അല്ലെ. അള്ളാഹു തആല പറയുന്നുണ്ട്, ഖുൽ മൻ യർസുഖുക്കും മിനസ്സമാഇ വൽ അർദ്, ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവൻ ആരാന്ന് ചോദിക്കേ അല്ലെ. എന്നിട്ട് നീ പറയും ഖുലില്ലാ അല്ലെ, അള്ളാഹുവാണ്. അപ്പം അള്ളാഹുവാണ് എല്ലാ ജീവജാലങ്ങൾക്കും ആകാശങ്ങളിലും ഭൂമിയിലും എല്ലാം
ഉപജീവനം നൽകുന്നത് അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹു റിസ്ക് കനിയാത്ത ഒരു പടപ്പ് ഈ ദുനിയാവിൽ ഇല്ല എന്നാ പറയുന്നത്. ഓരോന്നിനും വേണ്ട ആഹാരം, അല്ലെ, വായു, വെള്ളം, അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും അള്ളാഹു നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പക്ഷികളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, അവര് രാവിലെ പിന്നെ കാലി വയറുകളായിട്ട് പുറത്തേക്ക് പോകും, എന്നിട്ടോ പിന്നെ നിറഞ്ഞ വയറുകളുമായിട്ട് തിരിച്ചു വരും. സുബ്ഹാനല്ലാഹ്, അല്ലേ? അത് ചിന്തിച്ചു നോക്കിയട്ടെ. അള്ളാഹു പിന്നെ ആ പറവകൾക്ക്, അല്ലെ, അവര് പിന്നെ വയറ് നിറയാനും മാത്രമുള്ള ഭക്ഷണങ്ങൾ അള്ളാഹുവാണ് ഒരുക്കി കൊടുക്കുന്നത്, അല്ലാതെ വേറെ ആരെങ്കിലും അവർക്കുള്ള റിസ്ക് അള്ളാഹു അത് വിശാലമാക്കി കൊടുക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അതേപോലെ ഓരോ വിശ്വാസിക്കും അള്ളാഹുവിന് വഴിപ്പെട്ടവർക്കും വഴികെട്ടവനും എല്ലാവരോടും അള്ളാഹു കനിയുന്നവനാണ്. അള്ളാഹു അങ്ങേയറ്റം ലത്തീഫാണല്ലേ. അള്ളാഹു ലത്തീഫും ബിഇബാദിഹി യർസുഖു മൻ യശാ. അള്ളാഹു തൻ്റെ അടിയാന്മാരോട് കനിവുള്ളവനാണ്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഉപജീവനം നൽകുന്നു. അപ്പം നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പം അള്ളാഹു എല്ലാവർക്കും റിസ്ക് നൽകുന്നതാണ്. അപ്പോൾ ഈ ദുനിയാവിലെ ഉപജീവനം വിശാലമാകുന്നത്, അതുപോലെ നമുക്ക് സമ്പത്തും സൗകര്യങ്ങളൊക്കെ പെരുകുന്നത്, അങ്ങനെയുള്ളത് ഒരിക്കലും അള്ളാഹുവിൻ്റെ ആദരവായിട്ട് ആരും കരുതിയും വേണ്ട എന്ന് പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ പിന്നെ അത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ്, അല്ലേ? ഒരുപാട് സ്വത്തും സൗകര്യവും ഉണ്ടെന്ന് പറയുന്നത് അത് പ്രത്യേകം അവരോട് അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ട് അങ്ങനെ നൽകുന്നതൊന്നും അല്ല, അല്ലേ? അതൊരു സൂറത്തു സബയിലെ ഒരു ഇത് പറയുന്നുണ്ട്. അവർ പറഞ്ഞു, ഞങ്ങൾ കൂടുതൽ സ്വത്തുക്കളും സന്താനങ്ങളും ഉള്ളവരാകുന്നു, ഞങ്ങൾ ശിക്ഷിക്കപ്പെടുന്നവരല്ല. നീ പറയുക, തീർച്ചയായും എൻ്റെ രക്ഷിതാവ് താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം വിശാലമാക്കുകയും താൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് ഇടുങ്ങിയതാക്കുകയും ചെയ്യുന്നു. പക്ഷേ ജനങ്ങളിൽ അധികം ആളുകളും അത് അറിയുന്നില്ല. നിങ്ങളുടെ സമ്പത്തുകളും നിങ്ങളുടെ സന്താനങ്ങളും ഒന്നും നമ്മുടെ അടുക്കൽ നിങ്ങൾക്ക് സാമീപ്യം ഉണ്ടാക്കി തരുന്നവയല്ല. കുറേ സമ്പത്തും മക്കളെല്ലാം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊന്നും എന്തല്ല, അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോകാനുള്ള ഒരു ഉപാധിയൊന്നും അല്ല എന്നാ പറയുന്നത്. നല്ലത് വിശ്വസിക്കുകയും എന്താ പറയാ, ഇല്ലാമൻ ആമന വഅമില സ്വാലിഹൻ ഫഉലൈക ലഹും ജസാഉൽ ദിഅഫ് ബിമാ അമിലു വഹും ഫിൽ ഗുറുഫാതി ആമിനൂൻ. എന്താ പറയുന്നത് ഇവിടെ? വിശ്വസിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്തവർക്കൊഴികെ അത്തരക്കാർക്ക് തങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഇരട്ടി പ്രതിഫലമുണ്ട്. അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ സൗധങ്ങളിൽ നിർഭയരായി കഴിയുന്നവരാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് ഇരട്ടി പ്രതിഫലം ഫിൽ ഗുർഫാത്ത് പറഞ്ഞ ഗുർഫാത്ത്. അപ്പം അള്ളാഹുവിൻ്റെ അടുക്കൽ കിട്ടുന്ന ആ ഒരു പ്രതിഫലത്തെ കുറിച്ച്, കുറേ മക്കളും സമ്പത്തും ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അതൊന്നും അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അടുക്കാനുള്ള ഒരു ഉപാധിയൊന്നും അല്ല. പിന്നെ എന്താണ്, അതൊക്കെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്കാണ് അള്ളാഹു ഇരട്ടിയായിട്ട് പ്രതിഫലം നൽകുക എന്ന് പറയുന്നത്. അപ്പം ഈ റിസ്ക് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹമാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല, നമ്മൾ പരിശുദ്ധ ഖുർആൻ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് ആയത്തുകൾ ഈ റിസ്ക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വരുന്നുണ്ട്. അത് നമ്മൾ ഓരോരുത്തരുടെയും തേട്ടം അനുസരിച്ച് അള്ളാഹു വിശാലമാക്കി കൊടുക്കുകയും ചെയ്യുമെന്നും പറയുന്നുണ്ട്. ഓരോരുത്തരുടെ ക്വാളിറ്റി അനുസരിച്ചിട്ടും കൂട്ടും കുറയും എല്ലാം ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അത് അള്ളാഹു അത് ഇപ്പോൾ ഒരാൾക്ക് കൊടുത്താൽ അയാൾ എങ്ങനെ ഉപയോഗപ്പെടുത്തില്ലേ, ആ രീതിയിൽ പിന്നെ അള്ളാഹു ചില ആൾക്കാർക്ക് കൂടുതലും ചില ആൾക്കാർക്ക് കുറച്ചും കൊടുക്കും. അതുപോലെ ഇന്നല്ലാഹ യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിറു, അല്ലേ? പിന്നെ താൻ ഉദ്ദേശിക്കുന്നവർക്ക് ജീവമാർഗം വിശാലമാക്കി കൊടുക്കും, ചിലർക്ക് ഇടുങ്ങിയതാകുകയും ചെയ്യും. അപ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഓരോന്നും എണ്ണി പറയുന്ന സമയത്ത്
അള്ളാഹു റിസ്കിനെ കുറിച്ച് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അള്ളാഹു വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് നമുക്ക് ഉപജീവനമായിട്ട് നൽകിയ കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹു തആല പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം റിസ്ക് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പക്കലാണ്. വഫിസ് സമാഇ റിസ്ഖുക്കും അല്ലെ, അള്ളാഹുവിന്റെ ആകാശത്താണ് നിങ്ങൾക്കുള്ള ഉപജീവനം ഉള്ളതെന്ന് പറയുന്നത്. അപ്പം ഉപജീവനം അള്ളാഹു നമുക്ക് നൽകുന്നത് രണ്ട് രീതിയിലുണ്ട് എന്നാ പറയുന്നത്. ഒന്ന് തൻ്റെ അടിമയിൽ നിന്ന് യാതൊരു പരിശ്രമവും ഇല്ലാതെ അള്ളാഹു കൊടുക്കുന്നത്, ഒരു പരിശ്രമവും ഇല്ലാതെ. എന്നാൽ ചിലത് കാര്യകാരണങ്ങൾ നിശ്ചയിക്കപ്പെട്ടതാണ്. അതായത് ഇപ്പം നമുക്ക് മഴ, വെള്ളം, ഇതിനൊന്നും നമ്മൾ പ്രത്യേകിച്ച് അധ്വാനിക്കുന്നൊന്നുമില്ല. നമ്മൾ ശ്വസിക്കുന്ന വായു, അതിനൊന്നും നമ്മൾ കുറെ അധ്വാനിക്കുന്നൊന്നുമില്ല അല്ലെ. പ്രത്യേകിച്ചിട്ട് നമുക്കതങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നേരെ മറിച്ച് ഇപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അല്ലെ, അത് ഇപ്പം നമ്മളെ വീട്ടിൽ അരി ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? അരി മേടിക്കാൻ വേണ്ടിയിട്ട് പൈസ വേണം അല്ലേ. ആ പൈസ വേണമെങ്കിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പണിയെടുക്കണം അല്ലേ. അപ്പം നമ്മൾ പണിയെടുത്താലും പൈസ ഉണ്ടായാലും അരി വാങ്ങണമെങ്കിൽ എന്ത് വേണം? അരി വേണം അല്ലേ. അപ്പൊ അരി ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഹലോ, കൃഷി ചെയ്യണം. നിങ്ങളെല്ലാം ഉറങ്ങിപ്പോയോന്ന് അറിയില്ലല്ലോ, വെള്ളിയാഴ്ച അല്ലേ, ബിരിയാണിയെല്ലാം വെച്ചിട്ട്. കൃഷി ചെയ്യണം അല്ലെ. ഇപ്പൊ കൃഷി ഇറക്കി, ഒരാൾ കൃഷിയെല്ലാം ഇറക്കി, എന്നാലും നമുക്ക് ആ അരി നമുക്ക് കിട്ടണമെങ്കിൽ അത് ഒരു കച്ചവട മാർഗത്തിലല്ലേ, ഒരാൾ കച്ചവടം ചെയ്യണം അല്ലെ, എന്നാലും നമുക്കത് അരിയായിട്ട് വാങ്ങാൻ കഴിയും. അപ്പൊ അങ്ങനെ കൃഷി, കച്ചവടം, അങ്ങനെയുള്ള തൊഴിൽ അല്ലെ, അങ്ങനെയുള്ള ചില കാരണങ്ങൾ നിശ്ചയിച്ചിട്ട് അള്ളാഹു തആല നിശ്ചയിച്ച റിസ്ക് രണ്ട് വിധത്തിലാണ് പറയുന്നത്. അപ്പൊ ഒന്ന്, നമ്മൾ ഒരു പരിശ്രമം ഇല്ലാണ്ട് ലഭിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലെ. എന്നാൽ ചിലതിന് എന്താക്കണം? ആരെങ്കിലൊക്കെ എന്തായാലും എന്താക്കണം? അതിനു വേണ്ടി പരിശ്രമിച്ചേ മതിയാകൂ അല്ലെ. അപ്പം അത് നമ്മൾ ഇറങ്ങിയിട്ട് കണ്ടെത്തണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇപ്പം നമ്മൾ ഒരു കോഴീനെ വളർത്തുന്നുണ്ടെങ്കിൽ നമ്മൾ മുറ്റത്ത് കോഴീനെ ഇറക്കിയാൽ, ഇന്നിപ്പോൾ എല്ലാവരും കൂട്ടിലിട്ടിട്ടാണ് വളർത്തുന്നത്. പണ്ടെല്ലാം കോഴിയെല്ലാം ഇങ്ങനെ അല്ലെ വളർത്തുന്നതിൽ ഇങ്ങനെ നടക്കലാണ്. ഇപ്പൊ കീരിയും നായെല്ലാം മേടിച്ചിട്ട് എല്ലാവരും കൂട്ടിനുള്ളിൽ തന്നെ. ഇപ്പൊ കോഴീനെ മുറ്റത്ത് ഇറക്കിയാൽ നമ്മൾ കുറച്ച് അതിന് കൊടുക്കുന്ന തീറ്റയോ അല്ലെങ്കിൽ എന്തെങ്കിലും ധാന്യങ്ങളോ നമ്മൾ മുറ്റത്തേക്ക് ഇങ്ങനെ വിതറും അല്ലെ, മുറ്റത്തേക്ക് ഇട്ട് കൊടുക്കൂലേ. അപ്പൊ ആ കോഴി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആ കോഴി ആ മുറ്റത്ത് വിതറിയ കുറെ കല്ലും മണ്ണും അതിലുണ്ട് ഇടയിൽ നിന്ന് അതിനിട്ട് കൊടുത്ത ധാന്യത്തെ കൊത്തി 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 പെറുക്കി തിന്നു അല്ലേ. എന്ന് പറഞ്ഞാൽ ഇതേപോലെ അള്ളാഹു നമുക്കുള്ള റിസ്ക് നമുക്ക് അള്ളാഹു തആല ഇങ്ങനെ ഇഷ്ടന്നിട്ടുണ്ട്. അപ്പൊ എന്താക്കണം? അതിൽ നിന്ന് കല്ലും മണ്ണും എല്ലാം വേർതിരിച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് നമ്മൾ എന്താക്കണം? കൊത്തിപ്പെറുക്കി എടുക്കണം. ചിലപ്പോൾ നമുക്ക് നമ്മൾ പാത്രത്തിലിട്ടിട്ട് വെച്ചു കൊടുക്കും അല്ലെ കോഴിക്ക്. അന്നേരം അത് പാത്രത്തിൽ നിന്ന് കൊത്തി കൊത്തി തിന്നാൽ മതി. അതിനന്നേരം അതിന് പണിയില്ല. മറ്റേ മുറ്റത്തേക്ക് ഇട്ട് കൊടുത്താലോ അത് വേർതിരിച്ച് എടുത്ത് അല്ലെ കഴിക്കണം. അപ്പൊ ഇതേപോലെയാണ് നമുക്ക് അള്ളാഹു ചിലത് നമുക്ക് പ്ലേറ്റിൽ വിളമ്പി തരും, ചിലത് മുറ്റത്ത് വിതറിയിട്ട് ഇട്ടാന്നിട്ടുണ്ട്. അപ്പൊ ആടുന്ന് എന്താക്കണം? പെറുക്കിയിട്ട് എടുക്കണം. അതാണ് രണ്ട് വിധത്തിൽ. വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇല്ലല്ല, എല്ലാരും നല്ല ശ്രദ്ധിച്ച് കേൾക്കുന്നതാ അല്ലേ. മനസ്സിലായി. ഇത് റാസിക്ക് എന്നുള്ളത് ഒറ്റ വാക്കിൽ എങ്ങനെയാ പറയാ? റാസിക്ക് ഒറ്റ വാക്കന്നെ. അല്ല, അതിന്റെ അർത്ഥം മലയാളം അർത്ഥം പറയുമ്പോ വീണ്ടും വീണ്ടും നൽകുന്നവൻ എന്ന് പറയാം. അതിന്റെ ഇടയിൽ ഇങ്ങനെ പറയണ വിചാരിച്ചിട്ടാണ് ആരും ഉണ്ടാത്തേ. അല്ല, ഇടയ്ക്ക് ഞാൻ ചോദിക്കുന്നതിലും മുണ്ടിയാ നല്ലത് തന്നെ. ഇത് മ്യൂട്ടെല്ലാം ഓണാക്കി ഇങ്ങനെ പറയുമ്പോക്ക് നീ വേറെ പറയും. അപ്പം ഈ കാര്യകാരണങ്ങൾ നിശ്ചയിച്ച ഇത് പറയുന്നുണ്ട്. അത് കുറേ വിധത്തിൽ വരുന്നുണ്ട്. ഭൗതികമായ കാരണങ്ങളുണ്ട്, മതപരവും വിശ്വാസവുമായ കാരണങ്ങളുണ്ട്. ഭൗതികമായ കാരണങ്ങൾ വിശ്വാസിയും അവിശ്വാസിയും എല്ലാം ഒരുപോലെയാണ് പറയുന്നത്. ഇപ്പം കൃഷീൻ്റെ കാര്യത്തിൽ തന്നെ പറയാം അല്ലേ. നിലമുഴുതുന്നതും
വിത്തെറിയുന്നതും പരിചരിക്കുന്നതും എല്ലാം പിന്നെ അല്ലേ അവിടെ അവിടെ നിലമുഴുതുന്നതിൽ വീഴ്ച കാണിച്ചാൽ അയാൾ അതിൻ്റെ പേരിൽ പിന്നെ വിഷമിക്കേണ്ടി വരും അല്ലേ. അപ്പം ഭൗതികമായ കാരണങ്ങൾ. നേരെ മറിച്ച് പിന്നെ മതപരമായ വിശ്വാസമായ കാര്യങ്ങൾ പറയുമ്പോൾ പിന്നെ അവിടെ അള്ളാഹുവിനെ കുറിച്ച് ശരിക്ക് അറിഞ്ഞ് മനസ്സിലാക്കിയ ഒരു വിശ്വാസിക്ക് ആ ഒരു റിസ്കിന്റെ ആ ഒരു ആ രുചി അറിയാൻ സാധിക്കുമെന്ന് പറയുന്നത്. അപ്പം ആ ഉപജീവന മാർഗം നമുക്ക് അള്ളാഹുവിങ്കിൽ നിന്ന് വിശാലമായി ലഭിക്കാനുള്ള ചില മാർഗങ്ങൾ പറയുന്നുണ്ട്. അതായത് വിശ്വാസികൾക്ക് മതപരമായ എന്താ പറയുക വിശ്വാസപരമായ കാരണങ്ങളിലൂടെ ആ റിസ്ക് തേടുന്ന അതിൻ്റെ ആളുകൾക്ക് അതിൽ ധാരാളമായി റിസ്ക് ഉപജീവനം വിശാലമാകാൻ വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് മാർഗങ്ങൾ പറയുന്നത്. അതിൽപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മളോട് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഫംശൂ ഫീ മനാകിബിഹ എന്നാണ് ആയത്തിന്റെ തുടക്കം. അതല്ല, സൂറത്തുൽ മുൽക്കിലെ കുമൽ അർള ദലൂലം ഫംശൂ ഫീ മനാകിബിഹ അല്ലേ. അള്ളാഹു പിന്നെ ഭൂമിയിൽ നമുക്ക് വേണ്ട ഇത് തന്നിട്ടുണ്ട്. അത് നമ്മൾ നടന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം പിന്നെ അത് നമ്മൾ അന്വേഷിക്കണം. അപ്പോൾ പിന്നെ ഒന്നാമത്തെ മാർഗമായിട്ട് പറയുന്നത് ധാരാളമായിട്ട് ഇസ്തിഗ്ഫാറും തൗബയും അധികരിപ്പിക്കാം, നമ്മളെ റിസ്ക് ഉപജീവനം വിശാലമാകാൻ വേണ്ടിയിട്ട് അല്ലേ. നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം നമുക്കറിയാം. നൂഹ് നബി അലൈഹി സ്വലാം ആ ജനത പിന്നെ അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ അള്ളാഹുവിനോട് പിന്നെ അവർ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു അല്ലേ. അപ്പോൾ അവരോട് എന്താണ് അള്ളാഹു തആല പറഞ്ഞത്? ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും അല്ലേ ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ. അപ്പം റിസ്ക് അള്ളാഹു ഇവിടെ പറഞ്ഞത് എന്താ വെച്ചാൽ നിങ്ങൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്. നിങ്ങൾക്ക് അവൻ എന്താക്കി തരും? സമൃദ്ധമായി മഴ അയച്ചു തരും. പിന്നെയോ സ്വത്തുക്കളും സമ്പത്തുകളും കൊണ്ട് നിങ്ങൾക്ക് അവൻ പരിപോഷിപ്പിച്ചു തരും അല്ലേ. തോട്ടങ്ങൾ ഉണ്ടാക്കി തരും, നദികൾ ഉണ്ടാക്കി തരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ധാരാളമായി എന്താക്കിക്കൊള്ളുക, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക, ഇസ്തിഗ്ഫാർ ചെയ്യുക, തൗബ ചെയ്യാം. അപ്പം ഇസ്തിഗ്ഫാറും തൗബയും നമ്മൾ ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ നമ്മളെ റിസ്കിൽ ഉപജീവന മാർഗത്തിൽ എന്തുണ്ടാകും? വിശാലത ഉണ്ടാകും എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറയുന്നത്. പിന്നെ രണ്ടാമതായി ചെയ്തിട്ടില്ലെങ്കിൽ അതെ, അള്ളാഹുവിന്റെ ദിക്ർ വിട്ട് കഴിഞ്ഞാൽ അവന് കുടുങ്ങിയ ജീവിതമായിരിക്കും എന്ന് പറയുന്നുണ്ട് അല്ലെ. പിന്നെ രണ്ടാമത്തെ കാര്യം പറയുന്നത് റിസ്ക് ലഭിക്കാനുള്ള രണ്ടാമത്തെ കാര്യം പറയുന്നത് തഖ്വയാണ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ അല്ലേ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അള്ളാഹുവിനെ വല്ലവനും സൂക്ഷിക്കുന്ന പക്ഷം അള്ളാഹു അവനൊരു പോംവഴി ഉണ്ടാക്കി കൊടുക്കുകയും അവൻ കണക്കാക്കാത്ത വിധത്തിൽ അവന് ഉപജീവനം നൽകുകയും ചെയ്യുന്നതാണെന്ന് പറഞ്ഞത് അല്ലേ. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ആർ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നുവോ അവന് അള്ളാഹു തന്നെ മതിയാകുന്നവനാണ്. ഒരു മിനിറ്റ്. അള്ളാഹു പക്ഷം അള്ളാഹു അവനൊരു പോംവഴി ഉണ്ടാക്കി കൊടുക്കുന്ന പറഞ്ഞത് അല്ലെ. അത് മാത്രമല്ല കണക്കാക്കാത്ത വിധത്തിൽ അവന് ഉപജീവനം നൽകുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഓരോ വിഷയത്തിലും അത് ചില സമയത്ത് അനുഭവിക്കുമ്പോൾ ഇല്ലേ ഭയങ്കര ആശ്ചര്യം തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഈ ഒരു വിഷയം നമ്മൾ അള്ളാഹുവിന് സൂക്ഷ്മത പാലിച്ച് നമ്മൾ ജീവിതം നമ്മൾ ആ രീതിയിൽ ചിട്ടപ്പെടുത്തിയാൽ നമുക്ക് പല നിലക്കും നമ്മൾ ഒരു ആവശ്യം നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും, അള്ളാഹ് നമ്മളെ മുമ്പിൽ അത് എത്തിച്ചേർത്ത് തരുന്നുണ്ടാവും. ആ രൂപത്തിൽ അള്ളാഹു നമുക്ക് നമ്മളെ ഓരോ കാര്യങ്ങളിൽ എന്ത് കാര്യത്തിനും ഒരു പോം വഴി. ഇപ്പം ഒരു വിശ്വാസി ശരിക്കും ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിക്കേണ്ട അങ്ങനെല്ലാം പറയുന്നുണ്ടല്ലോ. ഇപ്പം നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു അന്നേരം ചില ആൾക്കാർ അള്ളാഹ് എന്താ ചെയ്യുക ഇങ്ങനെ ഒരു വല്ലാണ്ടൊരു വേവലാതിപ്പെടുന്നുണ്ടാവും. പക്ഷേ അള്ളാഹുവിൽ പരിപൂർണമായും തവക്കുൽ ചെയ്ത ഒരു വിശ്വാസി എന്താക്കൂല, ടെൻഷൻ ആവില്ല അല്ലെ. അത് സാരില്ല, ആ സമയത്ത് അള്ളാഹു എന്തെങ്കിലും അതിനൊരു വഴി കാണിച്ചു തരും.
എന്നുള്ളൊരു ഉറച്ച വിശ്വാസം. അല്ലാണ്ട് ചില ആൾക്കാർ വെറുതെ അത് വെറുതെ അല്ല. നമുക്കെന്താ ഇന്നലെ നസീറ പറഞ്ഞതുപോലെ, നസീറ അല്ല സോറി സെലീന പറഞ്ഞിരുന്നല്ല, പിന്നെ ഇപ്പോഴാണ് ശരിക്കും ആ ഒരു ഓരോ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഇങ്ങനെ പഠിക്കുമ്പോൾ ഇപ്പോൾ ശരിക്കും വിളിച്ചിട്ട് ചോദിക്കാൻ തോന്നുന്നുണ്ട്. ഇപ്പോഴാണ് ആ ഒരു വിശ്വാസം കുറച്ചത് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായില്ല. അതേപോലെ നമുക്ക് ശരിക്കും ഒരു വിശ്വാസം വേണം. എന്തേ, അള്ളാഹു നമ്മൾ സൂക്ഷ്മത പാലിച്ച അള്ളാഹു നമ്മളെ കാര്യങ്ങൾക്കുള്ള ഒരു പോംവഴി ഏർപ്പാടാക്കി തരും എന്ന് പറഞ്ഞാൽ ഉറപ്പാണ്. അത് ഉറപ്പാണ് അല്ലേ. അപ്പം പിന്നെ നമ്മൾ പാതിവൃത്യം അല്ലെ, സൂക്ഷ്മത നമ്മളെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകും. അള്ളാഹു അല്ലെ കണക്കില്ലാണ്ട് നമുക്ക് തരും. പിന്നെ ഒരു ചെറിയൊരു ഉദാഹരണം ഇവിടെ പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ മറിയം അലൈഹിസ്സലാമിൻ്റെ കഥ. അവരുടെ ഏറ്റവും ജീവിതം എന്ന് പറയുന്നത് അത്രയും പിന്നെ ചാരിത്ര്യം കാത്തു സൂക്ഷിച്ച സൂക്ഷ്മതയോടുകൂടി പിന്നെ ജീവിച്ച ഒരു എന്താ പറയുക സ്ത്രീയാണല്ലേ. അവർക്ക് അള്ളാഹു പിന്നെ നൽകിയ ആ ഒരു ഇത് അല്ലെ, അള്ളാഹു അവരെ സ്വീകരിച്ച ആ സ്വീകാര്യത സുബ്ഹാനല്ലാഹ് അല്ലെ, ഏറ്റവും നല്ല രൂപത്തിലാണ് പിന്നെ അവരെ അവിടെ ഉണ്ടായത്. ആ സമയത്ത് പിന്നെ മറിയം അലൈഹിസ്സലാമക്ക് ഭക്ഷണം കൊടുത്ത ആ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ അല്ലെ. ഈ സക്കറിയ അലൈഹിസ്സലാം മെഹ്റാബിൽ അവിടെ ചെല്ലുന്ന സമയത്തെല്ലാം എന്തെങ്കിലുമൊക്കെ കാണും. അപ്പം അവിടെ മറിയം അലൈഹിസ്സലാമയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് അല്ലെ, എവിടെ നിന്നാണ് എനിക്കിത് കിട്ടിയത് അല്ലേ. അപ്പം അന്നാലക്കി ഹാദ, അന്നാലക്കി ഹാദ. അപ്പം പറഞ്ഞ ഹോമിൻ ഇന്ദില്ല അല്ലെ, അത് എനിക്ക് അള്ളാന്റെ അടുത്ത് നിന്ന് ലഭിച്ചതാണ്. സുബ്ഹാനല്ലാഹ്. അത് എന്നിട്ട് പറയുന്നുണ്ടല്ലേ, ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാണ്ട് കൊടുക്കും. ഈ ഒരു അനുഗ്രഹം കാണുന്ന ആ സ്പോട്ടിൽ ഈ മറിയം അലൈഹി സ്വലാമിന്റെ ഈ അനുഗ്രഹം കണ്ട ഉടനെ സക്കറിയ അലൈഹി സ്വലാം പ്രാർത്ഥിക്കുന്നല്ലേ, റബ്ബേ എനിക്കൊരു അല്ലെ നല്ലൊരു റബ്ബി ഹബിലി ദുരിയത്തൻ ത്വയ്യിബത്തൻ ഇന്നക സമീഉ ദുആ അല്ലെ, നല്ലൊരു സന്താനത്തെ നീ എനിക്ക് നൽകണേന്ന് അള്ളാഹിനോട് അപ്പം തന്നെ പ്രാർത്ഥിക്കുകയും. അവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചിരുന്നു. ഒന്ന്, അള്ളാഹു അവനെ വഴിപ്പെട്ട് ജീവിക്കുന്നവർക്ക് അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ കണക്കില്ലാതെ പ്രതിഫലം തരും. പിന്നെ മറ്റൊന്ന്, എന്തെങ്കിലും അനുഗ്രഹങ്ങൾ കാണുമ്പോൾ അവിടെ നിന്ന് നമ്മൾ ആ അനുഗ്രഹങ്ങൾ കാണുന്ന സമയത്ത് ആ സമയത്ത് നമ്മളെ പ്രാർത്ഥനയ്ക്ക് അവിടെ സ്വീകാര്യത ഉണ്ട് എന്നുള്ളത് വെച്ചാൽ അത് നമ്മൾ ദൃഢവിശ്വാസമാണ് അവിടെ വരുന്നത് അല്ലേ. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ കണ്ടാൽ, നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ എന്താക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാർത്ഥിക്കാനും മറന്നു പോകാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ നമുക്ക് കാണൂലേ, അപ്പം നമ്മൾ അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ് സുബ്ഹാനല്ലാഹ് ഇങ്ങനെയെല്ലാം പറയൂലേ, അന്നേരം നമ്മൾ എന്താക്കുക, നമ്മളെ കാര്യം ഇപ്പോൾ സക്കറിയ നബി ചോദിച്ചത് ദുനിയാവിലെ കാര്യം തന്നെയാണ്, എന്നിട്ട് നല്ല കുട്ടീനെ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം അല്ലേ. അപ്പം അങ്ങനെയുള്ള ആവശ്യങ്ങൾ നമുക്ക് എന്താക്കാം, അള്ളാഹുവിനോട് നമുക്ക് ചോദിക്കാം. അള്ളാഹു തആല അത് പൂർത്തിയാക്കി തരും. അള്ളാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. കണക്കില്ലാണ്ട് അള്ളാഹു തആല അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്ന പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. പിന്നെ മൂന്നാമതായിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ തവക്കുലാണ്, പൂർണ്ണമായും അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കുക എന്നുള്ളത് അല്ലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു നിശ്ചയമായും നിങ്ങൾ അള്ളാഹുവിൽ യഥാർത്ഥ രൂപത്തിൽ തവക്കുൽ ആക്കിയിട്ടുണ്ടെങ്കിൽ പക്ഷികൾക്ക് ഉപജീവനം നൽകപ്പെടുന്നത് പോലെ നിങ്ങൾക്കും ഉപജീവനം നൽകപ്പെടുമായിരുന്നു. അവ വിശന്ന വയറുമായി പ്രഭാതത്തിൽ പോകുന്നു, നിറഞ്ഞ വയറുമായി പ്രദോഷത്തിൽ വരികയും ചെയ്യുന്നു. അവർക്ക് പൂർണ്ണമായ അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, തവക്കുലുണ്ട്, പരിപൂർണമായ തവക്കുൽ അവർക്കുണ്ട് അല്ലേ. പക്ഷെ നമ്മളെ കാര്യം അതേപോലെ നമ്മളും തവക്കുലാക്കണം, അള്ളാഹ് തരും. പിന്നെ മിനിഞ്ഞാന്ന് ദിവസം ഒരു പെണ്ണുങ്ങളിവിടെ വന്നേ, ഇങ്ങനെ ഒരു വിഷമം പറഞ്ഞ്, മോളെ മുളകിനും മല്ലിക്കും എല്ലാം പോയാരോ, 500 റുപ്യ പോലും കിലോന് മുളകിന്, എന്താ ചെയ്യേണ്ട മോളെ, ഒരു പൈസയും ഇല്ല സാധനം വാങ്ങാൻ, എന്തെങ്കിലും താ മോളെ എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ്. ഞാൻ പറഞ്ഞു, നമുക്ക് നിങ്ങൾ ഇവിടെ വന്നിട്ട് എൻ്റെ അടുത്തല്ലേ ഇതൊന്നും പറയണ്ടേ, പിന്നെ നിങ്ങൾ വിഷമം പറയുന്നതാണ് ശരി, പക്ഷെ നിങ്ങൾ നല്ലോണം അള്ളാഹിനോട് ദുആ ചെയ്യുക, അള്ളാഹിനോട് ചോദിക്കുക, അള്ളാഹ് തരും. അള്ളാഹിനോട് തന്നെ മോളെ ചോദിക്കുന്ന, അള്ളാഹ് തരുമായിരിക്കും എന്ന് പറഞ്ഞു. നമ്മൾ തരുമായിരിക്കൂന്നല്ല, തരുമായിരിക്കും എന്ന് പറയണ്ട, ആ ഒരു ഉറപ്പില്ലാത്ത പോലെ നമ്മൾ തരുമായിരിക്കുമല്ലോ, നിങ്ങൾ തരും എന്ന വിശ്വാസത്തോടെ ഉറപ്പായിട്ടും തരും എന്നുള്ള വിശ്വാസത്തോട് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കിയട്ടെ, അന്നേരം നിങ്ങൾക്ക് കിട്ടും. പിന്നെ നമ്മൾ അള്ളാഹിൽ നല്ല ഉറച്ച വിശ്വാസമാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് നല്ല കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുത്ത്. ഇപ്പം ചില ആൾക്കാരുടെ മനസ്സിൽ പിന്നെ തവക്കൽത്തു അലല്ലാഹ്
അങ്ങനെ ഒരു അലല്ല ഒരു എന്തോ ഒരു ഉറപ്പില്ലാത്തൊരു തവക്കൽത്ത് വാക്കലുണ്ട്. പക്ഷെ അങ്ങനെ പോരാ. നമ്മൾ ഈ രീതിയിൽ പൂർണ്ണമായും യഥാർത്ഥ രൂപത്തിൽ നമ്മൾ എന്താക്കണം, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യണം. അപ്പം അള്ളാഹു ആ സമയത്ത് അതിന് ഒരു വഴി കാണിച്ചു തരും എന്ന ഉറച്ച വിശ്വാസം നമ്മളെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മളെ റബ്ബിനെ കുറിച്ച് എപ്രകാരം വിചാരിക്കുന്നോ അതുപോലെ ഇരിക്കും നമ്മളെ റബ്ബ് ഉണ്ടാകാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമ്മൾ അള്ളാഹിനെ കുറിച്ച് എങ്ങനെയാണോ വിചാരിക്കുന്നത് അതുപോലെയാണ് അള്ളാഹ് ഉണ്ടാകാനാണ്. അപ്പോൾ സുബ്ഹാനല്ലാഹ്, അള്ളാഹു അത്രയും പിന്നെ നമുക്ക് നൽകും. പക്ഷികൾക്ക് അവർ രാവിലെ പോകുമ്പോൾ കാലിയായിട്ട് പോകുന്നു, വൈകുന്നേരം വരുമ്പോൾ നല്ല ഫുൾ ഫില്ലാക്കിയിട്ട് വരുന്നു. സുബ്ഹാനല്ലാഹ്. പിന്നെ മൂന്നെണ്ണം പറയില്ലേ, നാലാമത്തെ കാര്യം പറയുന്നത് അള്ളാഹു ഇബാദത്തിലായിട്ട് കഴിയുക എന്നുള്ളതാണ് അല്ലേ. ഇപ്പം അള്ളാഹു പറയുന്നുണ്ട് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ അല്ലേ. മനുഷ്യരെയും ജിന്നുകളെയും എന്നെ ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. എന്നാൽ അള്ളാഹു തആല അതിനെ തന്നെ ആയത്തിൽ പറയുന്നത് എന്താ, മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. ഞാൻ അവരിൽ നിന്ന് ഉപജീവനം ഒന്നും ആഗ്രഹിക്കുന്നില്ല, അവർ എന്നെ ഭക്ഷിപ്പിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. നേരത്തെ പറഞ്ഞ ആയത്താണിത്, സൂറത്തു ദാരിയാത്തിലെ. എന്താ ഇവിടെ പറയുന്നത്, അവരുടെ അടുത്തുനിന്ന് ഞാൻ ഉപജീവനം ഒന്നും ആഗ്രഹിക്കുന്നില്ല, എന്നെ ഭക്ഷിപ്പിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അള്ളാഹു തന്നെയാണ് എന്ത്, ഉപജീവനം നൽകുന്നവനും ശക്തനും പ്രബലനും. അപ്പം മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത്, ഈ ദുനിയാവിൽ സൃഷ്ടിച്ചത് കുറേ ഉപജീവനം തേടിയിട്ട് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ വേണ്ടിയിട്ടല്ല എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. നമ്മളെ കഷ്ടപ്പാട് തേച്ചിലും എന്തിനു വേണ്ടിയാന്ന്, അരവയറ് നിറക്കാൻ. ദുനിയാവിന് വേണ്ടി പണിയെടുക്കണ്ടെന്നൊന്നും പറയുന്നില്ല, പക്ഷെ നമ്മൾ അത് മാത്രമായി പോകുന്നു അല്ലേ. പലപ്പോഴും നമ്മളെ ചിന്തയും പ്രവർത്തനവും പരിശ്രമവും എല്ലാം കൂടുതൽ ആ ഒരു രീതിയിലേക്ക് ആയി പോകുന്നത് കൊണ്ടാണ് പിന്നെ അങ്ങനെ സംഭവിക്കുന്നത്. ദുനിയാവിന് വേണ്ടിയിട്ടുള്ള, അതായത് ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ടുള്ള അധ്വാനം അതും ഒരു ഇബാദത്താക്കി നമുക്ക് മാറ്റാം അല്ലെ, നല്ല നിയത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ. പക്ഷേ നമ്മൾ എന്താക്കണ്ട, വല്ലാണ്ട് നിങ്ങൾ എന്താക്കണ്ട, ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടണ്ട, കുറേ കഷ്ടപ്പെടണ്ട. കാരണം എന്താ, അത് അള്ളാഹ് എത്തിച്ച് തരൂ അല്ലേ. അതിനുള്ള ഒരു വഴി നമ്മളെ മുമ്പിൽ അള്ളാഹ് കാണിച്ചു തരും, അത്രയേ ഉള്ളൂ. കുറേ ഇതാക്കണം. നമ്മൾ പറയുന്നില്ലേ, പരലോകം നിങ്ങൾ ആഗ്രഹിച്ചാൽ ദുനിയാവ് നിങ്ങൾക്ക് അള്ളാഹ് വിശാലമാക്കി തരും എന്ന് പറഞ്ഞത്. അല്ലാണ്ട് ദുനിയാവ് നിങ്ങൾ ആഗ്രഹിച്ചാൽ പരലോകം വിശാലമാക്കി തരും എന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞിനാ? ഇല്ലല്ലോ അല്ലേ. നമ്മൾ പരലോകത്തിന് വേണ്ടി പണിയെടുത്താൽ ഞങ്ങൾ ദുനിയാവ് നിങ്ങളേക്ക് അടുത്ത് വരും. പരലോകത്തിന് വേണ്ടി നമുക്ക് പണിയെടുക്കേണ്ടത്. അന്നേരം നമുക്ക് അള്ളാഹ് ശരിക്കും അത്, ഞാൻ ഓരോ കാര്യങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഓരോ വിഷയത്തിൽ ഒട്ടും ദുനിയാവ് ആഗ്രഹിക്കാത്ത ആളുകൾക്ക് മുമ്പിലേക്ക് അള്ളാഹു ആ ദുനിയാവിൻ്റെ ഓരോ വിഭവങ്ങൾ ഇട്ട് കൊടുക്കുന്ന ആ ഒരു ഇത്, സുബ്ഹാനല്ലാഹ്. ശരിക്കും നമ്മൾ ആത്മാർത്ഥമായിട്ട് ആ രീതിയിലേക്ക് ആകണം. ദുനിയാവിൻ്റെ ഒന്നും ആഗ്രഹിക്കണ്ട. പക്ഷേ പരലോകം നമ്മൾ അങ്ങേയറ്റം കൊതിക്കുകയോ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണം. അന്നേരം നമുക്ക് അള്ളാഹു ദുനിയാവ് നമുക്ക് എളുപ്പാക്കി തരും. ദുനിയാവ് എളുപ്പാക്കി തരാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ നമുക്കത് ദുനിയാവ് അള്ളാഹു എളുപ്പാക്കി, നമ്മൾ മനസ്സിലെ നിയത്തും ഉദ്ദേശം അനുസരിച്ചാണ് അതിനെല്ലാം നമുക്ക് അള്ളാഹു തആല പ്രതിഫലം നൽകുക. അപ്പോൾ അള്ളാഹു നമ്മളെ ഈ ദുനിയാവിൽ സൃഷ്ടിച്ചത് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇബാദത്ത് നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആരോഗ്യവും ഉന്മേഷമൊക്കെ വേണം അല്ലേ. അപ്പോൾ ആരോഗ്യവും ഉന്മേഷവും വേണമെങ്കിൽ നമ്മൾ എന്താക്കണം, ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്ത് വേണം, ഭക്ഷണം വാങ്ങണം അല്ലേ. ഭക്ഷണം വാങ്ങണമെങ്കിൽ അതിന് പൈസ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പണിയെടുക്കണം. അപ്പോൾ ആ നിലക്ക് പണിയെടുക്കാന്നല്ലാതെ കുറേ ഇത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താക്കണ്ട, കഷ്ടപ്പെടണ്ട. ഓക്കെ. അള്ളാഹു തആല ഒരു ഖുദ്സിയായ ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹു റസൂൽ പറയുന്നു, അള്ളാഹു നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, മനുഷ്യ എനിക്ക് ഇബാദത്തെടുക്കുവാൻ നീ ഒഴിഞ്ഞിരിക്കുക, എനിക്ക് ഇബാദത്തെടുക്കുവാൻ നീ ഒഴിഞ്ഞിരിക്കുക. നിന്റെ ഖൽബിൽ ഞാൻ ഐശ്വര്യം നിറക്കാം, നിന്റെ ഇരുകരങ്ങളിലും ഞാൻ റിസ്ഖും നിറക്കാം. മനുഷ്യ നീ എന്നിൽ നിന്ന് ദൂരെയാകരുത്, അങ്ങനെയായാൽ ഞാൻ നിന്റെ ഹൃദയത്തിൽ ദാരിദ്ര്യം നിറക്കും, നിന്റെ കരങ്ങളെ ജോലിയാൽ നിറക്കും. അല്ലാഹു അക്ബർ. വളരെയേറെ ചിന്തിക്കേണ്ട ഒരു ഇതാണ് അല്ലേ. എന്താ പറഞ്ഞത്, ഒന്നും കൂടി വായിക്കാം. നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, മനുഷ്യ എനിക്ക് ഇബാദത്തെടുക്കുവാൻ നീ ഒഴിഞ്ഞിരിക്കുക,
നിന്റെ കൽബിൽ ഞാൻ ഐശ്വര്യം നിറക്കാം, നിന്റെ ഇരുകരങ്ങളിലും ഞാൻ റിസുക്കും നിറക്കാം. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിഞ്ഞിരിക്കാൻ. അപ്പം അള്ളാഹ് നമ്മൾക്ക് മനസ്സിൽ നല്ല ധന്യത അല്ലേ, ഹൈന നൽകും, ഹൈന. പിന്നെയോ റിസ്ക്കും തരാന്ന് പറഞ്ഞത് കൈകളിൽ. എന്നാൽ നേരെ മറിച്ച് അള്ളാഹു താല പറയുന്നത് എന്താ, നീ മനുഷ്യ അല്ലേ, നീ എന്നിൽ നിന്ന് ദൂരെയാകരുത്, നീ എന്നിൽ നിന്ന് ദൂരെയാകരുത്. അങ്ങനെ ആയാൽ ഞാൻ നിന്റെ ഹൃദയത്തിൽ ദാരിദ്ര്യം നിറക്കും, നിന്റെ കരങ്ങളെ ജോലിയാൽ നിറക്കും. ബാക്കി എന്താ കിട്ടുന്നില്ലേ എന്ന് ആയിഷ ചോദിക്കുന്നു. ചിന്തിച്ചതാണ് മോളെ, കിട്ടായിട്ടല്ല. അല്ലാഹു അക്ബർ. ഓരോന്നും അല്ലേ ഒരുപാട് ചിന്തിക്കാൻ മാത്രം ഉള്ള വാക്കുകളാണ്. അല്ലാഹു അക്ബർ. ഇല്ല, വായിക്കൂല. അതുണ്ടല്ലോ മോളെ, കയ്യിൽ തന്നെ ഉണ്ടല്ലോ ബുക്ക്. ഞാൻ വായിക്കാം, ഒന്നും കൂടി വായിക്കാം. എനിക്ക് എത്ര വായിച്ചാലും പ്രശ്നമില്ല, കാരണം നല്ലതല്ലേ. നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, മനുഷ്യ എനിക്ക് ഇബാദത്തെടുക്കുവാൻ നീ ഒഴിഞ്ഞിരിക്കുക, നിന്റെ കൽബിൽ ഞാൻ ഐശ്വര്യം നിറക്കാം, നിന്റെ ഇരുകരങ്ങളിലും ഞാൻ റിസ്ക്കും നിറക്കാം. 2 കൈമേലും തരാന്നാ പറഞ്ഞത്, 2 കൈമേലും നൊച്ചും തരാം. എന്നാൽ നീ എന്നിൽ നിന്ന് ദൂരെയാകരുത്. അങ്ങനെ ആയാൽ, അതായത് അള്ളാന്റെ ദിക്റില്ലാണ്ട് അല്ലെ, അള്ളാനെ ഓർമ്മിക്കാതെ അങ്ങനെ ആകുമ്പോൾ ദൂരെയായാൽ നിന്റെ ഹൃദയങ്ങളിൽ ദാരിദ്ര്യം നിറക്കും. പിന്നെയോ കരങ്ങളെ ജോലിയാൽ നിറക്കും. ഇപ്പം കുറേ പണിയെടുക്കേണ്ടി വരും, അതാണ് പറയുന്നത്. വീട്ടു ജോലിയല്ല ഉദ്ദേശിക്കുന്നത്, റിസ്കിന് വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെടേണ്ടി വരൂ എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് അള്ളാഹിൻ്റെ അടുത്തേക്ക് നമ്മൾ എന്താക്കുക, വല്ലാണ്ട് അടുത്തിരിക്കുക അല്ലെ, അള്ളാഹുലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ 5-ാമത്തെ കാര്യം പറയുന്നത് കുടുംബ ബന്ധം പുലർത്തലാണ്. നമ്മൾ റിസ്ക് ഉപജീവനം വിശാലമാകാൻ വേണ്ടിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയുൻസഅ ലഹു ഫീ അസരിഹി ഫൽയസിൽ റഹിമഹു. തൻ്റെ ഉപജീവനത്തിൽ തനിക്ക് വിശാലത നൽകപ്പെടുന്നതും തൻ്റെ ആയുസ്സിൽ തനിക്ക് ദൈർഘ്യം നൽകപ്പെടുന്നതും ആരാണോ ഇഷ്ടപ്പെടുന്നത് അവൻ കുടുംബബന്ധം ചേർത്തുകൊള്ളട്ടെ. നല്ല കുറേ കാലം ദുനിയാവിൽ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ടോ അല്ലേ, നല്ല വിശാലമായ ഉപജീവനം നീ ആഗ്രഹിക്കുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ കുടുംബബന്ധം നീ ചേർത്തുകൊള്ളട്ടെ. കുടുംബബന്ധം നല്ലോണം ചേർത്ത് മുറുകെ പിടിക്കാം. കുടുംബബന്ധത്തിൻ്റെ അല്ലേ പറയുന്ന വെച്ചാൽ ഒരുപാടുണ്ട്. 6-ാമത്തെ കാര്യം പറയുന്നത് അള്ളാഹിൻ്റെ മാർഗത്തിൽ നമ്മൾ ധനം ചെലവഴിക്കുക എന്നുള്ളത്. അതും നമ്മളെ റിസ്ക് വിശാലമാക്കി തരും പറയുന്നുണ്ട് അല്ലേ. നമ്മൾ എന്തെങ്കിലും അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ അതിന് അള്ളാഹ് പകരം തരുമെന്നാണ് പറഞ്ഞത്. വമാ അൻഫഖ്തും മിൻ ശൈഇൻ ഫഹുവ യുഖ്ലിഫുഹു വഹുവ ഖൈറുർ റാസിഖീൻ. നിങ്ങൾ എന്തൊന്ന് ചെലവഴിച്ചാലും അവൻ അതിന് പകരം നൽകുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ഇത് വെറും വാക്കല്ല, ഇത് അള്ളാഹ് പറഞ്ഞതാണ് അല്ലെ, ഞാനോ നിങ്ങളോ പറഞ്ഞതല്ല. ഇത് അള്ളാഹ് സുബ്ഹാനഹു വ തആല പറഞ്ഞ വാക്കാണ്. എന്താ പറഞ്ഞത്, വമാ അൻഫഖ്തും മിൻ ഷൈഇൻ, എന്തെങ്കിലും ഒന്ന് അല്ലെ, എന്തൊന്ന് ചെലവഴിച്ചാൽ എന്തായാലും പ്രശ്നമില്ല. അള്ളാഹിന്റെ മാർഗത്തിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെലവഴിച്ചാൽ ഫഹുവ യുഖ്ലിഫുഹു എന്നാണ്, അതിന് പകരം അള്ളാഹ് തരും. തരുന്നത് കുറച്ചൊന്നും ആയിരിക്കൂല, അള്ളാഹ് കുറേ തരും അല്ലേ. അള്ളാഹ്ക്ക് ഇല്ല, നമ്മൾ ഒരടി അങ്ങോട്ട് പോയാൽ അള്ളാഹ് 2 അടി ഇങ്ങോട്ട് എടുക്കുന്ന പറഞ്ഞ പോലെ, ഇപ്പം നമ്മൾ കുറച്ച് കൊടുത്താൽ അള്ളാഹ് നമുക്ക് തരുന്നത് കൂടുതലായിരിക്കും. പറയുന്നില്ലേ, 5 കൊടുത്താൽ 10 കിട്ടും അല്ല, എത്ര തന്നെ എന്തേലും പറയല് ദാനധർമ്മത്തിന്റെ പറയുമ്പോൾ പറയുന്നത്, നമ്മള് സൂറത്തുൽ ബഖറയിലായത്തില്ലേ, അംവാലഹും ഫീ സബീലില്ലാഹി കമസലി ഹബ്ബത്തിൻ അല്ലേ, അംബതത് സബ്അ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ അല്ലേ. ഒരു ധാന്യമണി അല്ലെ, 7 നെൽക്കതിരുകൾ അതിൽ നിന്നുണ്ടാവുകയും അതിൽ ഓരോ കതിരിലും 100 വീതം കതിരുകളും അല്ലെ, അതുപോലെ അള്ളാഹു ഇരട്ടി ഇരട്ടിയാക്കി കൊടുക്കുന്നു പറഞ്ഞിട്ട് അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്ക്
അപ്പൊ അള്ള പകരം തരും എന്ന് ഉറപ്പായിട്ടും പറഞ്ഞ കാര്യമാണത്. അള്ളാന്റെ മാർഗത്തിൽ നമ്മൾ ചിലവഴിക്കുക. അപ്പൊ നമ്മളെ ഉപജീവനം അള്ളാഹു താല എന്താക്കും, വിശാലമാക്കും. അപ്പൊ നമുക്ക് ഒരാൾ 100 റുപ്യ തന്നാൽ അതിൽ നിന്നൊരു 10 റുപ്യ ദാനം ചെയ്യാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. അത്രേ വേണ്ടു, കുറേ ഒന്നും കൊടുക്കണ്ട അല്ലേ. 100 റുപ്യ കിട്ടിയാൽ ഒരു 10 റുപ്യ കൊടുത്തൂടെ? നമുക്ക് 100 റുപ്യ കിട്ടിയാൽ 150 റുപ്യന്റെ ആവശ്യമായിരിക്കും വരിക അല്ലേ നമ്മളെ മുമ്പിൽ. അങ്ങനെ നോക്കിയാൽ നടക്കൂല അല്ലേ. ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് കൊടുക്കാനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞാൽ ആവശ്യം ഉണ്ട്. അവിടെ തീരല് ആൾക്ക് ഒരു കാറുള്ള ആൾ 2 കാറ് വാങ്ങും, ഒരു വീടുള്ള ആൾ 2 വീടാക്കും. വീടില്ലാത്ത ആൾക്ക് ഒരു വീടുണ്ടാക്കി കൊടുക്കാന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിലോ അത് എത്ര വലിയ പ്രതിഫലമായിരിക്കും നാളെ പരലോകത്ത് നമുക്ക് ലഭിക്കാല്ലേ. അല്ലെങ്കിൽ ഉള്ള വീട് തന്നെ മോഡിഫൈ ആക്കിയിട്ട് ഇങ്ങനെ പൈസ തീർക്കുന്നുണ്ടാവും. എന്നിട്ട് ഞാൻ വിചാരിക്കും, പഠിച്ചവനെ ഓരോരാളെ ഗടങ്ങ് പൊളിച്ചിട്ട് ശരിയാക്കുന്നതിന് ആ പൈസ മതി ഒരു പാവപ്പെട്ട ഒരാൾക്ക് ഒരു കൂര കയറി കിടക്കാൻ വേണ്ടിയിട്ട്. അല്ലാ, നമുക്ക് ധനം ആവശ്യമുണ്ടായിരിക്കെ നമ്മൾ ചെലവഴിക്കുന്നതിന് ഏറ്റവും വലിയ കൂലി എന്നല്ലേ പറഞ്ഞത്? അതെ അതെ അതെ, ധനം ഭയങ്കര പ്രതിഫലാണത്. നീ ആവശ്യക്കാരനായിരിക്കെ നിന്റെ ധനത്തെ നീ ചെലവഴിക്കാൻ ഭയങ്കര കൂലിയാണ്. എന്താണ് അലാ ഹുബ്ബിഹി, സൂറത്തുൽ ഇൻസാനിലെ അല്ലേ. അതിനോട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കെ, ആവശ്യക്കാരനായിരിക്കെ തന്നെ അത് ചെലവഴിക്കുന്നത്. സ്വർഗാവകാശികളുടെ ഗുണങ്ങൾ പറയുമ്പോൾ പറഞ്ഞതാണത്. അങ്ങനെയുള്ളവരിലൊക്കെ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ അല്ലേ. അത്രയും വിശാലമായ മനസ്സുള്ള തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. പിന്നെ പറയുന്നത് ഹിജ്റ, സമയം ഏകദേശം ആയില്ലേ അല്ലേ. അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ പറയുന്നുണ്ട്, ഉപജീവന വിശാലമാകാൻ വേണ്ടിയിട്ടില്ലേ. ഇൻ ശക്കർത്തും അസീദന്നക്കും പറഞ്ഞിട്ടില്ലേ. നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരാം. ഇനി നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിലോ എൻ്റെ ശിക്ഷ അതികഠിനമായിരിക്കും എന്ന് പറയുന്നുണ്ട് അല്ലേ. നമ്മൾ ഈ ശുക്ർ എന്ന് പറയുന്നതില്ലേ, ശുക്ർ ചെയ്യാന്ന് പറയുന്നത് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറയുന്നു അത് ഹാഫിലാണ്. ശുക്ർ ഹാഫിലാണ്. ശുക്ർ ഹാഫിൽ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ, ഹാഫിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നത് സംരക്ഷിക്കുന്നു. വെച്ചാൽ നമുക്ക് അള്ളാഹു ചെയ്യുന്ന അനുഗ്രഹങ്ങളെ അള്ളാഹ് സംരക്ഷിക്കും നമ്മൾ അള്ളാഹുവിന് ശുക്ർ ചെയ്താൽ. അതായത് നഷ്ടപ്പെട്ടു പോകൂല. അത് മാത്രമല്ല, ശുക്ർ അൽ ജാലിബു ആണെന്ന് പറയും. ജാലിബ് എന്ന് വെച്ചാൽ നഷ്ടപ്പെട്ടത് തിരിച്ചു കൊണ്ടെത്തിക്കുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ് അല്ലേ. അപ്പൊ അള്ളാഹ്, അതെ ബർക്കത്ത്, അതന്നെ. അപ്പൊ നമ്മള് അള്ളാഹു നമുക്ക് വിശാലമാക്കി തന്നത് അല്ലേ, അത് ഹലാലായതും തൊയ്യിബായതുമായ രീതിയിൽ നമ്മൾ സമ്പാദിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുക, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുകയും ചെയ്യുക. അള്ളാഹു ഇഷ്ടപ്പെട്ട അവൻ്റെ സച്ചരിതരായ നല്ല അടിയാറുകളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇനിയും കുറേ ഉണ്ട് കേട്ടോ റിസ്കിൻ്റെ. സുബ്ഹാനല്ലാഹ്, ഒരു ക്ലാസ്സും കൂടി പറയേണ്ടി വരും തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് നിർത്താം ഇൻഷാ അല്ലാഹ്. പിന്നെ ബാക്കി സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിശ്രമത്തെ അള്ളാഹു ഖബൂലാക്കുമാറാകട്ടെ. ആമീൻ. ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ കേൾക്കാനും അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും പ്രാവർത്തികമാക്കാനും റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഈമാനോടെ ഇഖ്ലാസോടെ തഖ്വയോടെ ഈ ദുനിയാവിൽ ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുവാനുള്ള സൗഭാഗ്യം റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. കേൾക്കുന്ന ഓരോ അറിവുകളും ഹൃദയം കൊണ്ട് കേൾക്കാനും അമൽ കൊണ്ട് പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് നാദാ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നല്ല ആരോഗ്യത്തോടെ ആഫിയത്തോടെ ആയുസ്സുള്ള കാലത്തോളം നല്ല ഉന്മേഷത്തോടെ നിനക്ക് ഇബാദത്തുകൾ ചെയ്യുന്ന നല്ല സ്വാലിഹ്യങ്ങളിൽ നീ ഇഷ്ടപ്പെട്ട നിന്റെ അടിയാറുകളിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും പൈശാചികമായ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എല്ലാ ഷെറുകളിൽ നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. നിന്റെ മാർഗത്തിൽ ഏറ്റവും നേരായ മാർഗത്തിൽ ചലിക്കുവാനുള്ള തൗഫീഖ് നാദാ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങളുടെ സന്തതികൾക്കും സന്തതി പരമ്പരകൾക്കും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നീ അനുഗ്രഹീതമായി ഒരുക്കി വെച്ച ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം പ്രവേശിക്കുവാനുള്ള സൗഭാഗ്യം റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നരകത്തിന് കാരണമായി തീരുന്ന പാപങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ അതൊക്കെയും തട്ടി മാറ്റിക്കൊണ്ട്
നിന്നിൽ യഥാർത്ഥ സൂക്ഷ്മതാബോധമുള്ള യഥാർത്ഥ മുത്തഖീങ്ങളിൽ റഹ്മാനായ റബ്ബേ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് മറ്റും പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനായ റബ്ബേ, അവർക്കൊക്കെ നീ പരിപൂർണമായും ശിഫ നൽകി ആശ്വാസം നൽകി ക്ഷമ നൽകി സമാധാനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇവിടെ പ്രയാസങ്ങൾ അനുഭവിച്ചവർക്ക് കണക്കില്ലാതെ നീ അങ്ങ് പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ നാഥ, അവരുടെക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരുടെ കബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. അവർക്കും ഞങ്ങൾക്കും നിന്റെ ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിക്കുവാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته.